സൈനസൈറ്റിസ് അഥവാ തലയിലെ നീരിറക്കം കണ്ടിന്യൂസ് ആയിട്ടൊരു അലർജിക് പേഷ്യൻറ്റോ സ്മോക്കേഴ്സോ മൂക്കിൽ ദശ എഡ്നോയിഡ് മൂക്കിൽ വളവ് അഥവാ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം കൂടുതലായി ഡസ്റ്റ് പാർട്ടിക്കിൾസുമായിട്ട് മിങ്കിൾ ചെയ്തുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്തരം ആളുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സൈനസൈറ്റിസ് എന്ന പ്രശ്നം കണ്ടുവരുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സൈനസൈറ്റിസ്. ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് ബോൺ സ്പേസസ് ഉണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ കഫം വന്ന് നിറഞ്ഞ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ നീർക്കെട്ട് ഉണ്ടാക്കുമ്പോഴാണ് സൈനസൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തിപ്പെടുന്നത്. സൈനസൈറ്റിസ് ഉള്ളൊരു വ്യക്തിക്ക് തല താഴോട്ടേക്ക് കുണിക്കുന്ന സമയത്ത് തലയിൽ വല്ലാത്ത ഹെവി ഫീലും ഭാരം അനുഭവപ്പെടുകയും ചെയ്യും. നെറ്റിയിലും കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും ഇത്തരം ഭാഗങ്ങളിലൊക്കെ തന്നെ പെയിൻ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് രാത്രിയിലുണ്ടാകുന്ന ചുമ, മൂക്കടപ്പ് അല്ലെങ്കിൽ അത് മൂക്ക് ഒലിപ്പായിട്ടും ഇതിൽ നിന്നും തൊണ്ടയിലേക്ക് കഫം ഇറങ്ങി വരുന്ന കണ്ടീഷനും നമുക്ക് സൈനസൈറ്റിസിൽ എളുപ്പം തന്നെ കാണാൻ വേണ്ടി സാധിക്കും. സൈനസൈറ്റിസിനെതിരെ പോരാടാൻ വേണ്ടി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറയാം. ഫസ്റ്റ് തിങ്, ഡെയിലി ഒരു 2 to 4 ലിറ്റർ വാട്ടറെങ്കിലും കുടിച്ച് നമ്മുടെ ബോഡി നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വെള്ളം ചൂടുള്ള വെള്ളത്തിൽ തുണി മുക്കിയിട്ട് നമുക്ക് നോസിൻ്റെ ഈ ഭാഗങ്ങളിൽ ഫേസിൽ സൈനസൈറ്റിസ് പെയിൻ അനുഭവപ്പെടുന്ന ഭാഗങ്ങളിലായിട്ട് ഒന്ന് കംപ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു റിലീഫ് ഫീൽ. ആവി പിടിക്കുന്നതും സൈനസൈറ്റിസിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്.